ഹലോ ഗൈസ്, ഇറ്റ്സ് മീ സാനിയ. വെൽക്കം ബാക്ക് ടു സാനിയ ടോക്കീസ്. ഇന്നിവിടെ സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങി കൊടുക്കാം. അപ്പോൾ പോണ വഴിയിൽ വൂൾസ് പോർത്ത് എന്ന് പറഞ്ഞൊരു കടയുണ്ട്, നമ്മുടെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റൊക്കെ പോലെ. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ഡ്രിങ്ക്സ് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇറങ്ങി ഡ്രിങ്ക്സ് വാങ്ങാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഡ്രൈവർ സീറ്റ് കാലിയായിട്ടിരിക്കുന്നത്. അപ്പോൾ അപ്പോൾ നമ്മൾ ഇന്ന് പോണത് ബ്രൈഡൽ വെയിൽ ഫാളും റെഗ്ലാൻഡ് ബീച്ചിലേക്കാണ് നമ്മളിന്ന് പോണത്. വിഷ്ണു വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ ടൈം കൊണ്ട് ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. വിഷ്ണു വന്നു. അപ്പം കഴിഞ്ഞു എന്നോട് ചോദിക്കുന്നത്. കഴിഞ്ഞു. ബ്രൈഡൽ വെയിൽ ഫാൾസിൽ എത്തിയിട്ട് എനിക്ക് അവിടെ വെച്ചൊന്നും പറയാൻ പറ്റില്ല, കാരണം റോഡ് ഭയങ്കര കുലുക്കവും പിടിക്കായിരുന്നു. നമ്മൾ വൂൾസ് പോർത്തിൽ നിന്ന് വാങ്ങിയത് ഒരു എനർജി ഡ്രിങ്ക്, എന്താ പറയുക, ഇലക്ട്രോലൈറ്റ്. പിന്നെ അങ്ങനെ ഇരിക്കുന്നു. പിന്നെന്താ ഒരു ചിപ്സ്. റോഡ് ഭയങ്കര കുലുക്കം കാരണമാണ് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റാണ്ടിരുന്നത്. പിന്നെ അധികം കുലുങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്ന ഒരു ടെംപ്റ്റേഷൻ ഉണ്ട്. അതാണ് കാര്യം. അങ്ങനെ നമ്മൾ ബ്രൈഡൽ വെയിൽ ഫാളിലെത്തി. വിഷ്ണു, അതെ ഞാൻ ഈ വോയിസ് ഇടും കേട്ടോ വിഷ്ണു, ഞാൻ അത് കട്ട് ചെയ്യില്ല. എനിക്ക് കുറേ എഡിറ്റിംഗ് ഒന്നും ചെയ്യാൻ വയ്യ. ഇതാണ് കേട്ടോ നമ്മളിങ്ങനെ നടന്ന് പോകുന്ന വഴി. ചെറിയൊരു മഴച്ചാറിലുണ്ട്. അവര് വരണോ തിരിച്ചു പോകണമെന്ന് ആലോചിച്ച് നിൽക്കാൻ തോന്നുന്നുണ്ട് ഫ്രണ്ടിലുള്ള ആൾക്കാർ. ഗൈസ്, നമ്മൾ തുള്ളിച്ചാടി വന്നിട്ട് മഴ പെയ്യുണ്ട് ചെറുതായിട്ട്. പക്ഷെ കുറേ പേര് താഴത്തേക്ക് ഇറങ്ങിയും പോയി. വിഷ്ണു വീട്ടിൽ പോകണോ ഫാളിൽ പോകണോ എന്ന് ചോദിച്ച് നിൽക്കുക. നല്ല തണുവുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് നടക്കാം, എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ. മഴ ഒന്ന് കുറഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ നടക്കുവാണേ. എനിക്ക് ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ചമ്മൽ തോന്നുക. ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ നോക്കി സംസാരിക്കും. എനിക്ക് ഓപ്പോസിറ്റ് ഒരാളാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ വോയിസ് ഓവർ അല്ല, എല്ലാ വോയിസ് ഓവർ കഴിഞ്ഞതിൽ കുറേ വോയിസ് ഓവർ കൊടുത്തു. ഈ ചമ്മൽ കാരണമാണ് സത്യം പറഞ്ഞത്. പക്ഷെ ഇത് ഞാൻ വിചാരിക്കുന്ന റോ ആയിട്ട് ഇടാന്നാ. വിഷ്ണു പറയുന്നതൊക്കെ വരും. യെസ്. അപ്പം നമ്മളിങ്ങനെ നടക്കുവാണ്. ഇവിടെ ഒന്നും ആരും കാണാനില്ലല്ലോ, പക്ഷെ കാർ പാർക്കിങ്ങിൽ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. ബ്രൈഡൽ വെയിൽസ് ഫാളിലേക്ക് നടക്കുന്ന വഴിയുടെ രണ്ട് വശത്തും കുറേ മരങ്ങളൊക്കെ ആയിട്ട് ഒരു മിനി കാട് സെറ്റപ്പെട്ട, അതുപോലെ തന്നെ ചെറിയ അരുവികളൊക്കെ അതിൽ കൂടെ പോകുന്നുണ്ട്. അപ്പം നമുക്ക് അതിൽ കൂടെ നടക്കുമ്പോൾ തന്നെ കാട്ടിൽ കൂടെ നടക്കുന്ന ഒരു വൈബാണ്. പിന്നെ ഇവിടുത്തെ ട്രഡീഷണൽ ആൾക്കാരാണ് മൗറീസ്. ഇവർ നന്നായി അവരുടെ ട്രഡീഷൻ കൾച്ചർ അതിനൊക്കെ അതുപോലെ സേക്രഡായി കൊണ്ട് നടക്കുന്നവരും സൂക്ഷിക്കുന്നവരുമാണ്. അപ്പം നമ്മളിവിടെ എവിടെ പോയാലും ഇതുപോലത്തെ വുഡൻ സ്കൾപ്ചേഴ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ഔട്ട്സ്കേർട്സിൽ കൂടെ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ റോഡിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ചെറിയ കുന്നും മലയൊക്കെ ഉണ്ടാവില്ലേ, അവിടെയും നമുക്കിങ്ങനെ കാണാൻ പറ്റും ഇവരുടേതായ ഇങ്ങനെ കുറേ വുഡൻ സ്കൾപ്ചേഴ്സ്, ആർട്ട് വർക്ക്സ്, അതൊക്കെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇവിടുത്തെ ആൾക്കാരും അവരുടെ അവർ ട്രഡീഷൻ ഫോളോ ചെയ്യുന്ന ഓരോ രീതികളും. എനിക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും ആയിട്ട് അറിയില്ല, പക്ഷെ എന്നാലും എവിടെ പോകുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണിത്. അപ്പം ഇതാണ് നമ്മളിങ്ങനെ ബ്രൈഡൽ വെയിൽസ് ഫാളിക്ക് നടക്കുമ്പോഴുള്ള വഴി. ഹിയർ ക്ലൈമറ്റായി ഗൈസ്. ഇവിടെ ഇരിക്കുന്ന ഒരാളിനെ തുറപ്പിച്ച് നോക്കി. ആള് വിചാരിച്ചാണോ എനിക്ക് തലയ്ക്ക് പ്രാന്താണ്. ഇപ്പം നല്ല ക്ലൈമറ്റ്, അധികം മഴയൊന്നും ഉണ്ടായിരുന്നില്ല. മഴ എന്ന് പറഞ്ഞാലും അധികം മഴ ഉണ്ടായിരുന്നില്ല. ഈ ഫോൾസിൻ്റെ സൗണ്ടാണോ? നമ്മൾ സൗണ്ട് കേൾക്കുന്നുണ്ടോ? എനിക്ക് നല്ലോണം സൗണ്ട് കേൾക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കയറി വരുമ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ഇതെന്താ പറയുക, വ്യൂ പോയിന്റ്സ് അല്ലേ, ഇങ്ങനെ ഇതിൻ്റെ ഓരോ പാർട്സ് കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ അമ്മേ കണ്ടോ, ഇതാണ് ഫസ്റ്റത്തെ സ്ഥലം. ഇവിടെ നോക്കിയാൽ ഇതാണ് വ്യൂ.
നമുക്ക് അവര് നിക്കണ സ്ഥലല്ലേ ഇവിടെ, അവിടെ വരെ എത്തണം, ഇവിടെ വരെ എത്തണം. പക്ഷെ ഈ ക്ലൈമറ്റ് നല്ലതാ, അധികം വെയിലും ഇല്ല ഇപ്പൊ മഴയും ഇല്ല, അതുകൊണ്ട് നല്ല ക്ലിയർ സ്കൈ ആയി. അപ്പുറത്ത് വിഷ്ണു കോട്ടുവായി ഇടുന്നുണ്ട്. ഇത് കണ്ടോ, ശരിക്കും നമ്മുടെ ഈ ബ്രൈഡ്സിന്റെ വെയിൽ പോലെ, അങ്ങനെയാണ് ഇതിന് ബ്രൈഡൽ വെയിൽ ഫാൾ എന്ന് പറഞ്ഞ പേര് വന്നല്ലേ. യെസ്, ക്രിസ്ത്യൻ ബ്രൈഡ്സിന്റെ ആ വൈറ്റ് വെയിൽ. ഇത് പക്ഷെ 2 സ്പ്ലിറ്റ് ആയിട്ടുണ്ടല്ലോ വിഷ്ണു. നമ്മൾ അന്ന് വന്നപ്പോൾ ഒരെണ്ണല്ലോ ഉണ്ടായിരുന്നുള്ളൂ താഴെ. കണ്ടോ അടിയിലേക്ക് നോക്കിയേ, 2 ഇത് കണ്ടോ, 2 വെയിൽസ്. നമ്മൾ അന്ന് വന്നപ്പോൾ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ ഫോട്ടോ ഞാൻ അവിടെ കൊടുക്കാട്ടോ ലാസ്റ്റ് വന്നിട്ട്. ഇത് കറക്റ്റ് 2 വെയിൽസ് ഉണ്ടല്ലേ. താഴേക്ക് പോവാൻ കുഴപ്പമില്ല, പക്ഷെ അത് കഴിഞ്ഞ് മുകളിലേക്ക് കയറുമ്പോഴേക്കും ദൈവമേ ഞാൻ പട്ടിയാവും. ഞാൻ അത് കാട്ടിത്തരാം കേട്ടോ. ക്ലൈമറ്റ് വൈസ് നല്ലതാ. ബാക്കിൽ ബ്രൈഡൽ വെയിൽസ്, ഫ്രണ്ടിൽ how many steps. ഇത്രയും സ്റ്റെപ്സ് നമ്മൾ ഇറങ്ങണം കയറണമുണ്ട്. ഇത് ഇറങ്ങാൻ വലിയ പാടില്ല, പക്ഷെ കയറുമ്പോഴത്തെ അവസ്ഥ ഞാൻ കാട്ടിത്തരാം. കുറേ സ്റ്റെപ്സ്. തൽക്കാലം ഫോൺ ഓഫ് ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ മൂക്കും കുത്തി വീഴും. ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഈ സ്റ്റെപ്സൊക്കെ ഇറങ്ങിയിട്ട് നമ്മളിവിടെ എത്തിയിട്ടോ ഗൈസ്. ബ്രൈഡൽ വെയിൽ ഫാളിൻ്റെ ലാസ്റ്റ് വ്യൂ, അതായത് മുകളിൽ ഞാൻ കാട്ടി തന്നില്ല അടിയിൽ ആൾക്കാരിരിക്കുന്നത്, അവിടെ എത്തി.
അതിലും കണ്ട നീ 30 അത് പോയില്ലോ. നമ്മളെ അവിടെ നിന്ന് ഇറങ്ങി, ഇനി ഇറങ്ങിയ സ്റ്റെപ്പുകളൊക്കെ കയറാം. അതാണ് എനിക്ക് സീൻ. ഈ തണുപ്പത്തുണ്ടല്ലോ ഈ സ്റ്റെപ്പ് കയറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഹാർട്ട് ബീറ്റൊക്കെ കൂടും. എനിക്കത് ഭയങ്കര സീനാണ്. ഈ മുട്ടുവേദന സന്ധിവേദന എന്നുള്ളവർ ഈ വക പരിപാടിക്ക് ഇറങ്ങി തിരിക്കരുത്. എനിക്ക് ഈ വക സാധനമൊന്നും ഇല്ലാട്ടാ. പക്ഷെ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി, ഞാൻ പറയാതെ. കിതപ്പ് വരിക, തണുപ്പാണ്, കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോവാം. ഞാൻ പറഞ്ഞ സംഭവം എൻ്റെ മറ്റേ തള്ളവിരലിൻ്റെ അപ്പുറത്ത് വിരലുമ്മത്തെ നഖം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാലുമ്മത്തെ കേട്ടോ, ലെഫ്റ്റ് ലെഗ്. രണ്ടാമത്തെ നഖം എങ്ങനെയോ അടർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു പകുതി. അപ്പോൾ ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞു, അതാണെങ്കിൽ പൊളിച്ച് കളയണം സത്യം പറഞ്ഞാൽ, ഇല്ലെങ്കിൽ അവിടെ ഇവിടെ തട്ടുമ്പോൾ നമുക്ക് നല്ല പെയിനാണ്. അയ്യോ, വിഷ്ണുവിനോട് പറഞ്ഞു. വിഷ്ണു അത് പിടിച്ച് വലിച്ച് നഖം പോകുന്നു. ഇപ്പം എനിക്ക് ആ ഒരു ഫുൾ നഖമില്ലേ, രണ്ടാമത്തെ നഖം ഫുള്ളായിട്ട് ആ നഖപ്പം എനിക്കില്ല. ഞാൻ അവിടെ ബാൻഡേജ് ചുറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ടാണ് ഞാൻ ഈ ഓട്ടത്തിനും നടത്തത്തിനും ചാട്ടത്തിനൊക്കെ വന്നു കൊടുക്കണം. പക്ഷെ ഈ കാല് വേദനയില്ല. ഈ സ്റ്റെപ്പ് കയറുമ്പോഴേ നമുക്ക് നല്ല മുട്ടുവേദന എടുക്കും. ഐ മീൻ ഫൂട്ടുവേദനയല്ല, മുട്ടുവേദന. എനിക്കിപ്പോൾ പാദത്തമ്മലാണല്ലോ എനിക്ക് സീനം പിടിച്ച് കൊടുക്കണം. പ്ലസ് ഈ സ്റ്റെപ്പ് കയറുമ്പോഴേ നമ്മുടെ ബ്രീത്തിങ് കുറച്ച് ബുദ്ധിമുട്ട് വരും. കാരണം തണുപ്പാണ്, നല്ല തണുപ്പാണ്. നമ്മൾ തണുവിലാണ് സ്റ്റെപ്പ് കയറുന്നത്. പക്ഷെ അവിടെ നിന്ന് വാന്ന് കുളിക്കേണ്ട ആൾ പോയി തോന്നുന്നുണ്ട്. അയ്യോ, നമുക്കിനി ബാക്കി കയറാം. കഴിഞ്ഞു കേട്ടോ. സ്റ്റെപ്പൊക്കെ ഇറങ്ങി കയറി നമ്മൾ ലാസ്റ്റ് ആ കാട് പോലത്തെ സ്ഥലങ്ങളിൽ നടന്നു വന്ന വഴി അവിടെ എത്തി. സമാധാനമായി. മര്യാദക്ക് വീട്ടിലിരുന്നാൽ മതിയായിരുന്നു. അല്ല വിഷ്ണു, ബീഫ് കറിയും കഴിച്ച് കിടന്നുറങ്ങിയാൽ മതിയായിരുന്നു വിഷ്ണുവിനോട് പറഞ്ഞു. എനിക്ക് ചെവിട് കേൾക്കില്ലേ വിഷ്ണു? അപ്പോൾ ചെവിട് അടഞ്ഞു. അമ്മേ, അങ്ങനെ നമ്മൾ ഇറങ്ങി. പക്ഷെ നല്ല ഭംഗിയാണ്, കണ്ട ഫുൾ കാട് പോലെ. സ്ഥലമൊക്കെ നൈസാ, കുഴപ്പമൊന്നുമില്ല. ഇത്ര കയറിയാലും വ്യൂ അടിപൊളിയാട്ടോ. നമ്മളിങ്ങനെ കുറേ ടയേർഡായിട്ട് നമ്മൾ പോയി ഇങ്ങനെ ഭയങ്കര ആഗ്രഹിച്ച് ഒരു സ്ഥലത്ത് കാണുമ്പോൾ ഓർത്തല്ലേ, അങ്ങനത്തെ ഓർത്താണ്. പക്ഷെ വയ്യാണ്ടാവും, ചൂട് വയ്യാണ്ടാവും. എനിക്ക് വയ്യാണ്ടായി. ഞാൻ അധികം സ്റ്റാമിന ഇല്ലാത്ത ആളാണ്. അപ്പം എന്നെ പോലത്തെ ആൾക്കാരൊക്കെയാണെങ്കിൽ പട്ടിയാവും. വിഷ്ണുവിന് വലിയ സീനില്ല, പക്ഷെ എനിക്ക് നല്ല സീനാണ്. ഇപ്പോഴും ഇങ്ങനെ ഹാർട്ട് ബീറ്റ് പടപടാന്ന് അടിക്കണ പോലെ. പ്ലസ് എനിക്ക് ചെവിടും ചെറുതായിട്ടൊരു അടപ്പ് വന്നു. 2 മണി. റെക്ലാൻ പോവാണെങ്കിൽ 2:30 ആവുന്നു അല്ലേ? അപ്പം റെക്ലാൻ പോവാം. എന്തായാലും ഇറങ്ങിയില്ലേ? പക്ഷെ ചെവിട് ഇപ്പോഴും ശരിയായിട്ടില്ല. ചെവിട് കേൾക്കില്ലാന്ന് ആശുപത്രി കൊണ്ടുകൊണ്ട് വരും. ഒന്നും പറയുന്നില്ല, ക്യാമറ ഓൺ ആയതുകൊണ്ടിട്ടാ. ഞാൻ അങ്ങനെയാണെങ്കിൽ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് ഞാൻ വീട്ടിൽ സംസാരിക്കുള്ളൂ. അപ്പോൾ വിഷ്ണു തിരിച്ചൊന്നും പറയില്ല.
നമ്മുടെ എനർജി ഡ്രിങ്ക് കുടിച്ചു. ഗൈസ്, ഞാൻ ശരിക്കും ഒരു ട്രാവൽ പേഴ്സൺ അല്ല കേട്ടോ. എനിക്ക് പെട്ടെന്ന് വയ്യാൻ കേട്ടോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. സത്യം പറഞ്ഞാൽ ഇവിടെ ഇന്നിപ്പോൾ വെയിലായിരുന്നു, പക്ഷെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പൊതുവേ തണവാണ്. അപ്പോൾ ഇന്ന് ഞാൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു എന്നിട്ടോ വിഷ്ണു ഭയങ്കര ചൂടുമല്ലോന്നും. വീട്ടിലിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തണുത്തിട്ട് ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വിഷ്ണുവിനെ ടെസ്റ്റ് ബേബി എന്ന് വിളിക്കുക. വെയിലും പറ്റില്ല ചൂടും പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, വേറെ കാര്യം. അപ്പോൾ റെഗ്ലൈൻ പോവാം. അങ്ങനെ എൻ്റെ ഇന്നത്തെ അല്ല നമ്മുടെ അപ്പോൾ സൺഡേ പരിപാടി അതോടുകൂടി കഴിയും. റെഗ്ലൈൻ ബീച്ചാണ്, അവിടെയും കൂടിയും പോവാം. എന്നിട്ട് നമുക്ക് വീട്ടിൽ പോവാം. ഓക്കെ, ഒന്ന് ഓക്കെ എന്നെങ്കിലും പറ. ഗൈസ്, നമ്മളങ്ങനെ റെക്ലാൻ ബീച്ചിലെത്തിയിട്ടോ. നല്ല വെയിലാണ്. ശരിക്കും ബീച്ച് കാണാൻ പറ്റിയ ക്ലൈമറ്റ് അല്ലത്, നല്ല വെയിലുണ്ട്. ഈ അധികം ഡയലോഗ് അടിച്ച വിഷ്ണുവിൻ്റെ നല്ല തെറിയും. എന്നോട് പറഞ്ഞതാ ഇന്ന് നമുക്ക് വീട്ടിൽ വെറുതെ ഇരിക്കാം. ഞാൻ കുത്തി വിളിച്ച് കൊണ്ടുവന്നതാ. നല്ല വെയിലുണ്ട്, അതാണ് ഇത്ര. ഞാൻ പക്ഷെ ഇത്ര വെയിൽ വിചാരിച്ചില്ല, കാരണം ഇപ്പോൾ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പക്ഷേ സ്റ്റിൽ വെയിൽ തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും ഇറങ്ങാം. തണവ് കുറവുണ്ട്, ബിക്കോസ് നല്ല വെയിലാണ്. സ്ക്വയർ ഇവിടെ നല്ല വ്യൂ ആട്ടോ, ഞാൻ കാട്ടിത്തരാം. ബീച്ചിൻ്റെ വ്യൂ നല്ലതാ. കടൽക്കാറ്റ്, കടൽക്കാറ്റിനല്ലത് എന്ത് കാറ്റാണോ, നല്ല കാറ്റടിക്കണേ. ഞങ്ങൾ കഴിഞ്ഞ വട്ടം ഇവിടെ വന്നപ്പോഴേ നിറച്ച ആൾക്കാരായിരുന്നു. പക്ഷെ ഈ വട്ടം ആരും ഇല്ല സത്യം പറഞ്ഞ. പാർക്കിങ്ങിൻ്റെ അവിടെ കുറച്ച് കാറ് കണ്ടു, അതിനായിട്ട് ഇങ്ങനെ നടക്കുന്ന വഴിയിലൊന്നും ആരും കാണാനില്ല. കണ്ടോ, ബാക്കിലും പറയില്ല, ഫ്രണ്ടിലും വിഷ്ണു മാത്രം. പക്ഷെ നല്ല രസമുണ്ട്. വന്നാൽ എന്തായാലും നന്നായി. വെയിലുണ്ട്, പക്ഷെ കാറിലിരുന്നപ്പോൾ എനിക്ക് നല്ല വെയിൽ തോന്നി സത്യം പറഞ്ഞു. പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര ചൂടൊന്നുമില്ല. പിന്നെ അതുമാത്രമല്ല നല്ല കാറ്റുണ്ട്, എന്നാൽ ഭയങ്കര തണവുമില്ല. പക്ഷെ ബ്രൈഡൽ വെയിൽസ് ഫാളിൽ പോയപ്പോൾ നല്ല തണവായിരുന്നു. പക്ഷെ ഇപ്പം തണവില്ല, നല്ലൊരു ഇളം കാറ്റും. തേങ്ങാക്കൊലും നാടുന്നില്ല, എന്നാലും നല്ലൊരു ഇളം കാറ്റിൻ്റെ ആ ഒരു നല്ലൊരു ഫ്രഷ് ഫീല്. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി ഗൈസ്. ഈ ബീച്ചിൽ സാൻഡ് നല്ല ബ്ലാക്ക് കളറാണ് കേട്ടോ. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇവറ്റങ്ങളിങ്ങനെ വീക്കെൻഡ്സ് ആയി കഴിഞ്ഞാൽ വീട്ടിലിരിക്കൊന്നുമില്ല.
കുട്ടികളെയും പട്ടിക്കുട്ടികളും ഉണ്ടാവും, പെറ്റ്സ് വിറ്റങ്ങളൊക്കെ വാരി പറക്കി കാറിലിട്ടിട്ട് ട്രക്കിംഗ്, ക്യാമ്പിംഗ്, അതുപോലെ ബീച്ചിൽ വന്നിട്ട് സർഫിങ്. ബീച്ചിൽ മെയിൻ ആക്ടിവിറ്റിയാണ് സർഫിങ്. ഇവരിങ്ങനെ എക്സ്റ്റേണൽ ആക്ടിവിറ്റീസിലൊക്കെ ഭയങ്കരമായി എൻഗേജ്ഡ് ആവുന്ന ആൾക്കാരാണ്. അവിടെ ആൾക്കാർ എക്സസൈസ് ചെയ്യണം കണ്ടു, അത് സർഫിങ്ങിന് വേണ്ടി അവർ പ്രിപ്പയർ ചെയ്യുകയോ ചെയ്യുന്നത്. അങ്ങനെ ഇന്ന് ബീച്ച് ടോട്ടലി ഒരു കാം അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ടൈം വന്നപ്പോൾ നിറച്ച ആൾക്കാരായിരുന്നു. ഓർത്തത വരവ് വന്നത് എന്തായാലും നന്നായി, എനിക്ക് നല്ല ഇഷ്ടമായി. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ എനിക്ക് ഇത്ര കൂടെ ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വട്ടം ഭയങ്കര ചൂട് ഫീൽ ചെയ്തു. ഈ വട്ടം നല്ല നൈസ്, നല്ല സൺകിസൊക്കെ ആയിട്ട്. അമ്മേ Woke up late, missed the morning glaze, but the sunlight hits in so many ways. Grabbed my shades and hit the streets, no plan, chasing vibes like seashells in the sand. Radio hums a tune I can't name, crooked smiles, crashing waves, no shame. Flip my phone, toss it in my bag. Today's for us, no time to lag. Feel the world just turning slow. Let the breeze tell us where to go. Every step a beat we can make. Life's a tune, sing it till we break. Concrete warm under my bare feet. Crowds moving like a heartbeat. Skipping stones in city streams we find. Let's write a new story, leave the old behind. Someone's cooking love in the air, I swear. Every spark in their voices shows they care. Colors splash like secrets on these walls. ഗൈസ് നല്ല കാറ്റുണ്ട്, അതാണ് എൻ്റെ തലയൊക്കെ ഇങ്ങനെ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ റെക്ലാൻഡ് ബീച്ചിൽ. നമ്മൾ ഇവിടുന്ന് പോവാ ചെറുതായിട്ട് മഴക്കോളൊക്കെ ഇട്ട്. അപ്പം അങ്ങനെ ഇന്നത്തെ കറക്കം കഴിഞ്ഞു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വ്ലോഗ്. ടാറ്റാ ബൈ ബൈ, പിന്നെ കാണാം.